പത്രോസിനോട് ചോദിക്കുക, ഞാൻ ആരെന്നാണ് ജനക്കൂട്ടം പറയുന്നത്? രണ്ടാമത്തെ ചോദ്യമുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് വന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഓഡിറ്റിംഗ് നടത്തുകയാണ്. ഞാൻ ആരാ നിങ്ങൾക്ക്? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് ധ്യാനം, അല്ലാതെ ഉറക്കമല്ല ധ്യാനം. ഇതിന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുമെന്നുള്ളതാണ്. ഇത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ്, ഇതിനെ ആഴമേറി അർത്ഥമേറി ചിന്തയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് എന്റെ ദൈവം ഏറ്റവും വലിയൊരു വ്യക്തിയായിട്ട് സീരിയസ് ആയിട്ട് മാറുന്നു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. രാവിലെ പള്ളിയിലേക്ക് നടന്നു വരുമ്പോഴോ എപ്പോഴെങ്കിലും ഒന്ന് ശാന്തമായി തമ്പുരാനോട് സംസാരിക്കണം. എനിക്ക് യേശു ആരെന്ന് ഒരു ഓഡിറ്റിംഗ് നടത്തണം. അങ്ങനെ ഓഡിറ്റിംഗ് എല്ലാ ദിവസവും നടത്തുമ്പോൾ എനിക്ക് എന്റെ കർത്താവിനുള്ള സ്നേഹം കൂടുതൽ ആഴപ്പെടും. അല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയോട് പോകുന്നു, എനിക്ക് യേശു ആരെന്ന് ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകില്ല. നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കൊരു ഉത്തരം ഉണ്ടാകില്ല. അതുകൊണ്ട് ഓഡിറ്റിംഗ് നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ട് ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെ പോകുന്നു, അത് പ്രവൃത്തിയും വാക്കും തമ്മിൽ ചേരുന്ന കൂടി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥിക്കാം.